കേരളത്തിൽ വടക്കൻ കാറ്റ് വലത്തോട്ടും തെക്കൻ കാറ്റ് ഇടത്തോട്ടുമാണ്. വേണമെങ്കിൽ നമുക്ക് 13-ാം തീയതി ഈ പന്തയത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ഇന്നിപ്പോൾ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. കാരണം വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും വോട്ടെടുപ്പ് പ്രക്രിയ പൂർത്തിയായി. ഇനി ഫലം അറിയാനുള്ള കാത്തിരിപ്പാണ്. മനക്കണക്ക് മെനയുകയാണ്. ഞാൻ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചിരുന്നു. കാരണം അവിടെ 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, വോട്ടെടുപ്പ് കഴിഞ്ഞു. അപ്പോ 7 ജില്ലകളിലുമുള്ള മാധ്യമ സുഹൃത്തുക്കളോടും ഒക്കെ വിളിച്ചു ചോദിച്ചു. അതുപോലെ തന്നെ പാർട്ടിയിലെ ചില ആളുകളോടൊക്കെ സംസാരിച്ചു, പല പാർട്ടികളിലെയും. അപ്പോ അവരൊക്കെ എടുത്തു പറയുന്ന കാര്യം 3 കോർപ്പറേഷൻ, തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, 3ഉം ഇടത് വോട്ടുകളാണ് ക്രോഡീകരിക്കപ്പെട്ടത്. ഇടത് മുന്നണിക്കായിരിക്കും ഈ കോർപ്പറേഷനുകൾ ഭരിക്കുന്നത്. തിരുവനന്തപുരത്ത് ആളുകൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്, SP ദീപക് ആയിരിക്കും തിരുവനന്തപുരത്തെ മേയർ. ഞാനിത് പറയാൻ കാരണം വടക്കൻ കാറ്റ് വലത്തോട്ടും തെക്കൻ കാറ്റ് ഇടത്തോട്ടും എന്ന് വളരെ വ്യക്തമായി പറയാൻ തന്നെ കാരണമുണ്ട്. കാരണം തെക്കൻ കേരളത്തിലെ സ്ഥിതി പരിശോധിച്ചാൽ ഏതൊക്കെ ജില്ല, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, അതുപോലെ തന്നെ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, ഈ 3 ജില്ലകളിലെയും വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരും സ്ത്രീകളും ഏകദേശം തുല്യ പങ്കാളിത്തത്തോടെ വോട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾ കുറച്ചുകൂടി കൂടുതൽ വോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റിടത്തൊക്കെ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള വോട്ടിംഗ് പെർസെന്റേജിലെ വ്യത്യാസം, ഭീമമായ വ്യത്യാസമില്ല. ഇപ്പോ 50% പുരുഷന്മാരും 80% സ്ത്രീകളും വോട്ട് ചെയ്തു, അങ്ങനെയുള്ള കണക്കുകളൊന്നുമില്ല. വളരെ കുറച്ച്. ഇപ്പൊ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 71.6% പുരുഷന്മാര് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫീമെയിലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 71% അടുപ്പിച്ച് സ്ത്രീകളും വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അനുമാനിക്കാൻ പറ്റുന്നത് സ്ത്രീ വോട്ടുകൾ സാധാരണ UDF അനുകൂലമാകും എന്നൊക്കെയാണല്ലോ കണക്കുകൾ. പുരുഷന്മാര് മിക്കവരും മാർക്സിസ്റ്റ് അനുകൂലികൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇടത് അനുകൂലികളാകും. അവരുടെ വോട്ട് ഇടതു മുന്നണിക്ക് ലഭിക്കും. സ്ത്രീകളുടെ വോട്ടാണ് നിർണായകമാവുക എന്നാണ് പരമ്പരാഗതമായി തന്നെ നമ്മൾ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത്. ആ ഒരു കണക്കാണ് ഇവിടെ മാറുന്നത് മറ്റൊന്നും കൊണ്ടല്ല, തുല്യ പങ്കാളിത്തം വോട്ടിങ്ങിൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ, എറണാകുളത്ത് പോളിംഗ് കൂടുതലായിരുന്നു, തിരുവനന്തപുരത്ത് പോളിംഗ് ശതമാനം കുറവുമായിരുന്നു. കൊല്ലത്ത് സമ്മിശ്ര പ്രതികരണമാണ്, ആലപ്പുഴയിലും സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായതെങ്കിലും ഈ ജില്ലകളിലൊക്കെ തന്നെ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ഈ 3 ജില്ലകളിലും മേൽക്കൈ UDF ലഭിക്കേണ്ടതാണ്. പക്ഷേ ഇക്കുറി UDF പാരയായി വന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇനി എന്നിട്ട് വടക്കൻ കേരളത്തിലോട്ട് പോവുകയാണെങ്കിൽ നിലവിലെ കണക്കുകൾ, ഞാൻ ഈ വാർത്ത നിങ്ങളോട് പറയുമ്പോഴുള്ള കണക്കുകൾ അനുസരിച്ച് കാസർഗോഡ് 75% പോളിംഗ് നടന്നിട്ടുണ്ട്, കണ്ണൂരിൽ 77% പോളിംഗ്, കോഴിക്കോട് 77%, അതുപോലെ വയനാട് 78%, മലപ്പുറം 77%, തൃശ്ശൂർ 72%, പാലക്കാട് 76%. 76 എന്നുള്ളത് 77 ഒക്കെ ആകാം. അങ്ങനെ വളരെ ശക്തമായ പോളിംഗ് ആണ് വടക്കൻ കേരളത്തിൽ നടന്നത്. അവിടെ സ്ത്രീ പ്രാതിനിധ്യം കൂടുതലാണ്. അതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ക്രിസ്ത്യൻ വോട്ടുകളല്ല, മുസ്ലിം മെജോറിറ്റിയുടെ വോട്ടുകളും ഈ വടക്കൻ കേരളത്തിലാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ കാറ്റ് വലത്തോട്ടായിരിക്കും എന്ന് ഞാൻ കണക്ക് കൂട്ടി പറയുന്നത്. കാരണം ഇടത് മുന്നണി നേതാക്കളും അതുപോലെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ മുസ്ലിം ലീഗിനെയും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും അവരുടെ കൂട്ടുകെട്ടിനെയും ജമാഅത്തെ ഇസ്ലാമി സമസ്ത ഇടതുമുന്നണിക്കൊപ്പമാണ് ഒരു പരിധിവരെ. അല്ലെങ്കിൽ ചില നേതാക്കളെങ്കിലും, സമസ്തയിലെ ചില നേതാക്കളെങ്കിലും ഇടത് അനുകൂല സ്വരം ഉയർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് സമസ്തയിൽ പ്രശ്നങ്ങളും ഉണ്ടായത്. അപ്പോ ഈ മുസ്ലിം വോട്ടുകൾ മുഴുവൻ തന്നെ വലത് പക്ഷത്തിന്, UDF ലീഗിന് കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള ഇടങ്ങളിലെ വോട്ടിംഗ് പാറ്റേണിൽ വളരെ മാറ്റം. ഇനി തൃശ്ശൂർ ജില്ല മാത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ആളെ കൊണ്ട് നിർത്തി നാശം ഇരന്നു വാങ്ങിയ സ്ഥലമാണല്ലോ തൃശ്ശൂർ. അതുകൊണ്ട് തൃശ്ശൂരിൽ UDF അനുകൂലമായ TN പ്രതാപൻ ആ ഒരു തരംഗമൊക്കെ ഉണ്ട്. സഹതാപ തരംഗമാണോ എന്നൊന്നും പറയാൻ പറ്റില്ല.
UDF-ന് അനുകൂലമായ ഒരു സ്ഥിതിയാണ് തൃശ്ശൂരൊക്കെ കാണുന്നത്. പാലക്കാട് UDF-ന് അനുകൂലം അല്ല സ്ഥിതിഗതികൾ. എങ്കിലും ഏറെക്കുറെ UDF-നായിരിക്കും അവിടെ, UDF-ഉം BJP-യുമായിരിക്കും അവിടെ കട്ടയ്ക്ക് നിൽക്കുന്നത്. പാലക്കാട് ഒരുപക്ഷെങ്കിൽ ഇടതുമുന്നണിക്ക് ക്ഷീണം സംഭവിക്കാം. പൊതുവെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, വടക്കൻ കേരളത്തിൽ കാറ്റ് വലത്തോട്ടും തെക്കൻ കേരളത്തിൽ കാറ്റ് ഇടത്തോട്ടുമാണ് വീശിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് SP ദീപക് മേയറാകും എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. SP ദീപക്, ബിനു IP, അതുപോലെ ശ്രീകുമാർ, പഴയ മേയർ ശ്രീകുമാർ, പാളയത്തെ റീന വില്യംസ്, കേശവദാസപുരത്തെ ശ്യാമ, ഇവരൊക്കെ വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് വരും. വഞ്ചിയൂരിൽ വിജയം ഉറപ്പായിരുന്നു ഇടതു മുന്നണിക്ക്. ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് കണക്കുകൂട്ടലുകളിൽ അവർക്ക് ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ വഞ്ചിയൂർ ബാബുവും ജയിച്ചു വരും എന്ന് തന്നെയാണ് ഇടതു മുന്നണിയുടെ പ്രതീക്ഷ. ഏതായാലും തെക്കൻ കാറ്റ് ഇടത്തേക്കും വടക്കൻ കാറ്റ് വലത്തേക്കുമാണ്.